ബേസിലാണ്. ഞാൻ മരിയാനെ വിളിച്ച് കണ്ണൂര് പോയി ചാച്ചാനെ കണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അന്നേരം എൻ്റെ മനസ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരെ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറുമ്പോൾ എൻ്റെ മനസ്സിലെ ധൈര്യം എന്താണെന്ന് അറിയോ? തലേദിവസം മലയാറ്റൂര് പോയിട്ട് എൻ്റെ മനസ്സിൽ ആരോ പറയാണ്, ബേസിൽ നീ പോ, നീ ചാച്ചനെ പോയി കാണുന്നു. ആ ഒരു ധൈര്യത്തിലാണ് എൻ്റെ കൂട്ടുകാരെ ഞാൻ ചാച്ചനെ കാണാൻ വേണ്ടിയിട്ട് കണ്ണൂരിട്ട് പോകുന്നത്. എന്നാൽ പോലും എൻ്റെ മനസ്സിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചാച്ചനോട് എങ്ങനെ പെരുമാറും. ഒരു പ്രാവശ്യം എന്നോടല്ലെങ്കിൽ പോലും മരിയോട് പറഞ്ഞതാണ്, അവന്റെ കാര്യങ്ങൾ നീ പറയേ വേണ്ട, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ എന്നെ ആട്ടിയിറക്കും. എന്തു ആയിക്കോട്ടെ, എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് ഒരു പ്രേരണ തരാണ് ആരോ, നീ പോ. രണ്ടും കൽപ്പിച്ച് അവിടെ പോയി. എന്നെക്കാളും ടെൻഷനായിരുന്നു മരിയയ്ക്ക്. ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. കിട്ടിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് പോണേ. ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി ചെന്നല്ലേ. എന്നോട് കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നു. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ചാച്ചയ്ക്ക് എന്നെ മനസ്സിലായി. അമ്മേനെ വിളിച്ചു. അമ്മ അവിടെ നിന്ന് വന്നു. ഞാൻ അവിടെ പറഞ്ഞു ചാച്ചോട്, ചാച്ച എന്നോട് പറഞ്ഞു, നിനക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത നിനക്ക് ഞാൻ എങ്ങനെ എൻ്റെ മോളെ തരുമെന്ന്. ചാച്ച, ഞാൻ ഒരു സ്ഥലം മേടിച്ചു, അതിൽ തറ പണിതിട്ടു, എനിക്കൊരു ജോലിയുണ്ട്. മരിയാൻ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ ഞാൻ പൊന്നുപോലെ നോക്കും എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്. പണിയെടുക്കാൻ ആരോഗ്യമുണ്ട്, മനസ്സുമുണ്ട്. ചാച്ചേ, 13 വയസ്സിൽ ഞാൻ പണിക്കിറങ്ങിയതാണ്. ഇന്നും ഞാൻ നിർത്താതെ ഓടുന്നു, കുടുംബത്തിനെ നോക്കുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കും കുറച്ച് വീഴ്ചകളൊക്കെ വന്നു. പക്ഷെ അതെല്ലാം ഞാൻ തീർത്തിട്ട് ഞാൻ ഇപ്പോഴും ഓടുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് കടം വന്നായിരുന്നു, ഞാൻ നാട് വിട്ടു. എല്ലാ കാര്യങ്ങളും എൻ്റെ A to Z എല്ലാ കാര്യങ്ങളും ഞാൻ ചാച്ചോട് പറഞ്ഞതിന് ശേഷം ഞാൻ ചാച്ചോട് ചോദിച്ചു, ചാച്ചി ഇനി എന്നെ കുറിച്ച് എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഈ പറയുന്നേക്കാളും ഒരു കാര്യം എന്നെ കുറിച്ച് മോശമായിട്ട് ചാച്ച കൂടുതൽ കേട്ടാൽ ചാച്ചി എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് സ്നേഹം ഇറക്കി വെച്ചേക്കാം. അപ്പടി എനിക്ക് ദാഹിക്കാണോ, പരവേശെടുക്കാണോ, വേർക്കാണോ, ഞാൻ എന്താ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എന്നോട് ഇപ്പൊ പറയും, നീ അന്ന് കയറി വന്നപ്പോ മോനെ നിന്റെ മുഖത്തെ നീ കൂടാ വേർക്കാർന്നു, നീ ആകെ ചുമന്നു പോയാർന്നു, നീ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലായിരുന്നു. എനിക്കന്നൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. ഇപ്പൊ അവര് അത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നുണ്ട്. എന്റെ കൂട്ടുകാരെ, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് കുറച്ച് വെള്ളം തരൂ. അമ്മ വേഗം പോയി വെള്ളം എടുത്തിട്ട് വന്നു. ചിരിച്ച്, നമുക്ക് ശരിയാക്കാൻ മോനെ, നമുക്ക് നോക്കാം, നമുക്ക് ആലോചിക്കാൻ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചനോട് ചിരിച്ച് വർത്താനം പറഞ്ഞു. ഞാനവിടെ നിന്ന് ഇറങ്ങാണ്. ഇറങ്ങിയപ്പോഴും പുറത്ത് എന്റെ കൂട്ടുകാരൻ കാവലിക്ക് ഉണ്ട് കേട്ടോ, പടി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ എന്നെ തിരിച്ചെടുത്ത് ഇരുട്ടി കൊണ്ടൊന്ന് വിട്ട് ഞാൻ വീട്ടിൽ വരികയാണ് കൂട്ടുകാരൻ. പോകുന്നതിന് മുന്നേ മറിയാമ്മേനൊന്ന് കാണണ്ടേ, അത് ഏത് കോലത്തിലിരിക്കുന്നതെന്ന് അറിയണ്ടേ. ഞാൻ അങ്ങനെ എന്റെ അനിയനെയും കൂട്ടുപിടിച്ച് ഞങ്ങൾ മുംബൈയിലേക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കാത്തിക്കാണ് മരിയയും അവളുടെ കൂട്ടുകാരിയും. എന്റെ കൂട്ടുകാരെ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താൻ പോവാണ്. ഞാനപ്പോ അതിന്റെ വിൻഡോ ഒക്കെ കാണുകയാണ് മരിയയും അവളുടെ കൂട്ടുകാരി അവിടെ നിൽക്കുന്നത്. എന്റെ കൂട്ടുകാരൻ എന്റെ മനസ്സിൽ അന്നേരം വന്നൊരു ചിന്ത എന്താന്ന് പറയട്ടെ, മകനെ, നിനക്ക് ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും മോശം തന്നിട്ടുണ്ടോ? ഇത് നിനക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയല്ലേ തരുള്ളൂ എന്ന് മരിയനെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു. എന്റെ കൂട്ടുകാരെ, അടുത്ത എന്റെ സ്റ്റോറി വരുന്നുണ്ട്, കാണാം.